നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇത്തിരി പറഞ്ഞാൽ വേൾഡിലെ തന്നെ ടോപ്പ് 5 ബെസ്റ്റ് റെസ്ലിംഗ് കമ്പനി ഏതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 5 റെസ്ലിംഗ് കമ്പനിയുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ നോക്കാൻ പോകുന്ന ഈ 5 റെസ്ലിംഗ് കമ്പനിയുടെ പൊസിഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പം വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്ക് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. Gotta know that nothing lasts forever. വേൾഡിലെ തന്നെ ടോപ്പ് 5 റെസ്ലിംഗ് കമ്പനിയിൽ 5ാം സ്ഥാനത്ത് ഇരിക്കുന്ന റെസ്ലിംഗ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ ലൂച്ചർ അണ്ടർഗ്രൗണ്ട് ആണ് 5ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. ഇത് മെക്സിക്കോയിലുള്ളൊരു കമ്പനിയാണ്. ഇവിടെ റെമി സ്റ്റുഡിയോ ഒക്കെ വർക്ക് ചെയ്ത ഒരു കമ്പനിയാണ്. WWE വരുന്നതിന് മുമ്പേ റെമി സ്റ്റുഡിയോ വർക്ക് ചെയ്തതാണ്. പിന്നെ WWE വിട്ട് പോയപ്പോഴും റെമി സ്റ്റുഡിയോ ഇവിടെയാണ് വർക്ക് ചെയ്തത്. റെമി സ്റ്റുഡിയോയുടെ ഹോം കമ്പനിയാണ് ലൂച്ച അണ്ടർഗ്രൗണ്ട്. ലൂച്ച അണ്ടർഗ്രൗണ്ട് ആണ് വേൾഡിലെ 5ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു റെസ്ലിംഗ് പ്രൊമോഷൻ കമ്പനി. ഇനി നമുക്ക് നോക്കാം 4ാം സ്ഥാനത്ത് ഏത് റെസ്ലിംഗ് കമ്പനിയാണ് വരുന്നത് നോക്കാം. വേൾഡിൽ തന്നെ 4ാം പൊസിഷനിൽ ഇരിക്കുന്ന കമ്പനി ഏത് വെച്ചാൽ ROH കമ്പനിയാണ്. റിംഗ് ഓഫ് ഹോണർ എന്ന് പറഞ്ഞ റെസ്ലിംഗ് കമ്പനിയാണ്. ഈ കമ്പനിയിൽ WWE ധാരാളം സൂപ്പർ സ്റ്റാർസുകൾ വർക്ക് ചെയ്ത ഒരു കമ്പനിയാണ്. AJ സ്റ്റൈൽസ്, സമോവ ജോ, അതേപോലെ ധാരാളം സൂപ്പർ സ്റ്റാർസുകളൊക്കെ റിംഗ് ഓഫ് ഹോണറിന് വർക്ക് ചെയ്തൊരു കമ്പനിയാണ്. ഈ കമ്പനിയാണ് വേൾഡിലെ തന്നെ 4ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു റെസ്ലിംഗ് പ്രൊമോഷൻ കമ്പനി. ഇനി നമുക്ക് നോക്കാം വേൾഡിലെ 3ാം സ്ഥാനത്ത് ഇരിക്കുന്ന റെസ്ലിംഗ് പ്രൊമോഷൻ കമ്പനി ഏതാണെന്ന് നോക്കാം. 3ാം സ്ഥാനത്ത് വരുന്ന കമ്പനി ഏതെന്ന് വെച്ചാൽ TNA ഇമ്പാക്ട് റെസ്ലിംഗ് ആണ്. ഇപ്പം ഇമ്പാക്ട് റെസ്ലിംഗ് എന്ന് പറഞ്ഞ പേരുള്ള TNA ആണ് 3ാം സ്ഥാനത്ത് വരുന്നത്. അപ്പം TNA പണ്ട് നേരത്തെ 2ാം സ്ഥാനത്ത് വരുന്ന ഒരു കമ്പനിയാണ്. WWEക്ക് ഒരു വെല്ലുവിളിയായ ഒരു കമ്പനി തന്നെയാണ് TNA ഇമ്പാക്ട്. ഇപ്പം ഒരു നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയാണ് TNA ഇമ്പാക്ട് റെസ്ലിംഗ്. TNA ഇമ്പാക്ട് റെസ്ലിംഗിൽ WWE ധാരാളം സൂപ്പർ സ്റ്റാർസുകളൊക്കെ വർക്ക് ചെയ്തൊരു കമ്പനിയാണ്. കർട്ട് ആംഗിൾ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റീങ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബുക്കർ ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ബോബി ലാഷ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്, സമോവ ജോ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ AJ സ്റ്റൈൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബോബി റൂഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ധാരാളം സൂപ്പർ സ്റ്റാർസുകൾ, ജെഫ് ഹാർഡി, ധാരാളം WWE സൂപ്പർ സ്റ്റാർസുകളെല്ലാം തന്നെ വർക്ക് ചെയ്തൊരു കമ്പനിയാണ് TNA ഇമ്പാക്ട് റെസ്ലിംഗ്. ഇപ്പം ഇമ്പാക്ട് റെസ്ലിംഗ് വളരെ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പം ഇമ്പാക്ട് റെസ്ലിംഗിനെ പറയാനാണെങ്കിൽ ധാരാളം അവർക്ക് ശരിക്കും ധാരാളം സ്റ്റോറിയുണ്ട്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇമ്പാക്ട് റെസ്ലിംഗിനെ പറ്റി ഒരു ഹിസ്റ്ററി ഈ കമ്പനിയെ പറ്റി ഒരു ഹിസ്റ്ററി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇമ്പാക്ട് റെസ്ലിംഗ് ആണ് വേൾഡിലെ 3ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു റെസ്ലിംഗ് പ്രൊമോഷൻ കമ്പനി. വേൾഡിലെ തന്നെ 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന പ്രൊമോഷൻ റെസ്ലിംഗ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ NJPW ആണ്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് ആണ്. ഇത് ജപ്പാനിലുള്ളൊരു കമ്പനിയാണ്. വളരെ വലിയൊരു കമ്പനി തന്നെയാണ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ്. പണ്ട് 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. 2017 വരെ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. TNA ആയിരുന്നു അന്ന് 2ാം സ്ഥാനത്ത് നിന്ന്. TNA പുറകിലോട്ട് പോയപ്പോഴത്തേക്കിന് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് 2ാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. NJPWയിലും ധാരാളം സൂപ്പർ സ്റ്റാർസുകളൊക്കെ വർക്ക് ചെയ്തതാണ്. ഷിൻസ്കെ നാക്കമോറ, AJ സ്റ്റൈൽസ്, ബ്രോക്ക് ലെസ്നർ, ആസ്ക, ധാരാളം WWE സൂപ്പർ സ്റ്റാർസുകളൊക്കെ വർക്ക് ചെയ്ത കമ്പനിയാണ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് ആണ് വേൾഡിലെ തന്നെ 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു റെസ്ലിംഗ് കമ്പനി. ഇനി നമുക്ക് നോക്കാം 1ാം സ്ഥാനത്ത് ഇരിക്കുന്ന റെസ്ലിംഗ് കമ്പനി ഏതെന്ന് നോക്കാം. 1ാം സ്ഥാനത്ത് ഇരിക്കുന്ന റെസ്ലിംഗ് കമ്പനി ഏതാണെന്ന് വെച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസ്ലിംഗ് കമ്പനിയാണ് വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ്. WWE തന്നെയാണ് അന്നായാലും ഇന്നായാലും 1ാം സ്ഥാനത്ത് ഇരിക്കുന്ന വേൾഡിലെ തന്നെ 1ാം സ്ഥാനത്ത് ഇരിക്കുന്ന ബെസ്റ്റ് റെസ്ലിംഗ് കമ്പനി തന്നെ. WWE പൊട്ടിക്കാൻ ഇപ്പോൾ ഒരു റെസ്ലിംഗ് കമ്പനിയും പോലും ഇല്ല. ഉണ്ടായിരുന്നു നേരത്തെ 2010ലും 12-ലൊക്കെ 13-ലൊക്കെ വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു. WWEയും TNA ഇമ്പാക്ട് റെസ്ലിംഗൊക്കെ വലിയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ആ സമയത്ത്. പക്ഷേ WWE എല്ലാത്തിനും പിടിച്ച് കയറി. ആ സമയത്ത് WWEയിലെ മാച്ചുകളൊക്കെ വലിയ നല്ല നല്ല മാച്ചുകളായിരുന്നു. ഇപ്പം WWEയിലെ മാച്ചുകളൊക്കെ അന്നത്തെ പോരാ. ഇപ്പം WWE മാച്ചുകളൊക്കെ തന്നെ എനിക്കിഷ്ടം WWE വേറെ ഏതെങ്കിലും റെസ്ലിംഗ് കമ്പനിയും കോമ്പറ്റീഷൻ നടക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാലേ WWE നല്ല നല്ല മാച്ചുകൾ വെക്കത്തുള്ളൂ. പണ്ട് നേരത്തെ TNA കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്താണ് WWE നല്ല നല്ല മാച്ചുകൾ വെക്കുന്നത്. WWE പറ്റി പറയാനാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. വേണം ഞാൻ WWE ഒരു ഹിസ്റ്ററി ചെയ്യാവുന്നതാണ്, ഒരു വീഡിയോ ചെയ്ത് തരാനാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ WWE ഹിസ്റ്ററി വീഡിയോ വേണമെങ്കിൽ, അതുപോലെ TNA ഇമ്പാക്ട് റെസ്ലിംഗിൻ്റെ ഒരു ഹിസ്റ്ററി വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഇതേപോലെ റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ പല റെസ്ലേഴ്സിൻ്റെ ലൈഫ് ടൂർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.
തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.